പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, എടപ്പാൾ. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച നഗരസഭാ ബജറ്റിന്മേലുള്ള ചർച്ച നടന്നു. 16 കൗൺസിലർമാർ ചർച്ചയിൽ പങ്കെടുത്തു. പൊന്നാനി നഗരസഭയുടെ ബജറ്റ് ചർച്ച ഇന്ന് കൗൺസിൽ ഹാളിൽ നടന്നു. 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് കഴിഞ്ഞ ദിവസമാണ് പൊന്നാനി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അവതരിപ്പിച്ചത്. ഇതേ തുടർന്നുള്ള ചർച്ചയാണ് ഇന്ന് കൗൺസിൽ ഹാളിൽ നടന്നത്. 16 അംഗങ്ങളാണ് വിവിധ കക്ഷികൾക്കായി സംസാരിച്ചത്. പൊന്നാനിയിൽ ഏറെ സാധ്യതയുള്ള ടൂറിസം മേഖലക്കും വയോജനങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടതെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വിശദീകരിച്ചു. ഒരുപക്ഷെ കേരളത്തില് മറ്റു നഗരസഭകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നമ്മുടെ പ്രവാസി സമൂഹം ഉൾപ്പെടെയുള്ള പൊന്നാനിക്കാരും അല്ലാത്തവരുമായ ആളുകൾ പൊന്നാനിയിലെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ നോക്കിക്കാണുന്നു എന്നുള്ളത് സമകാലികമായിട്ടുള്ള പൊന്നാനിയുടെ വികസന കുതിപ്പിന് സാധ്യത ഏറുന്ന ചില നിർദ്ദേശങ്ങളാണ് നമ്മുടെ ബഡ്ജറ്റിൽ ഉണ്ടാകുക എന്ന പ്രതീക്ഷയാണ്. നമുക്കറിയാം, പൊന്നാനി ടൂറിസം വികസനം ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു രംഗമായി മാറിയിട്ടുണ്ട്. അപ്പോൾ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന പൊന്നാനിക്ക് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ടൂറിസം മേഖലയിൽ 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ പൊന്നാനി നഗരസഭയ്ക്ക് ലഭിക്കുന്ന പദ്ധതി വിഹിതം, നഗരസഭയുടേതായിട്ടുള്ള തനത് ഫണ്ട്, അങ്ങനെ കിട്ടാവുന്ന മുഴുവൻ സോഴ്സുകളിൽ നിന്നും, വിഭവ സ്രോതസ്സുകളിൽ നിന്നും ഫണ്ടുകൾ കണ്ടെത്തി സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി പറ്റുമെങ്കിൽ അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ദീർഘകാലാടിസ്ഥാനത്തിൽ പൊന്നാനിക്ക് സാധ്യമാകുന്ന പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നാന്ദി കുറിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വർഷത്തെ ബഡ്ജറ്റിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടന്നാലും, എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തിയാലും, ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത് യാന്ത്രികമായിട്ടുള്ള ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള പുതിയ തലമുറയുടെ ഒരു സാന്നിധ്യത്തിൽ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങളാണ്. അവരുടെ എണ്ണം ഏതാണ്ട് കേരളത്തിൽ 20% വർദ്ധിക്കുന്നു എന്നാണ്. 20% ആയി ഇപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ. അവരോട് ഒരു നല്ല വാക്ക് പറയാൻ, അവരെ സ്നേഹത്തോടു കൂടി ഒന്ന് നോക്കാൻ, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് കാതോർക്കാൻ ആരുമില്ലാതെ അനാഥത്വം അനുഭവിക്കുന്ന ആളുകളായിട്ട് നമ്മുടെ വയോജനങ്ങൾ മാറി. സ്വാഭാവികമായും വയോജനങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ് പൊന്നാനി നഗരസഭ പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നത്. അവർക്ക് പുറത്തിറങ്ങി ആദ്യത്തെ പോലെ അവരുടെ യൗവനകാലത്ത് അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ അവരനുഭവിച്ച സ്വാതന്ത്ര്യം, നല്ല വായുവും, നല്ല എന്താ പറയുക, വെളിയിടങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു പദ്ധതിയാണ്. വയോ പാർക്കുകൾ, അത് ചിലപ്പോൾ പ്രാദേശികമായിട്ട് ഒരു വാർഡിലാവാം, അതല്ല പൊതു ഇടങ്ങളിലാവാം. വയോ പാർക്കുകൾ ഉണ്ടാക്കുക, അവർക്ക് കൂടുതൽ മാനസികമായി ഉല്ലാസം ലഭിക്കുന്ന തരത്തിലുള്ള വയോ ക്ലബ്ബുകൾ രൂപീകരിക്കുക. പ്രാദേശികമായി തന്നെ നമ്മൾ വയോ ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് അവരുടെ വിഷയങ്ങൾ, അവർക്ക് ഒട്ടേറെ അനുഭവങ്ങൾ പറയാനുണ്ടാവും, സ്വാഭാവികമായിട്ടും ചരിത്രം പറയാനുണ്ടാവും. ഒരുപക്ഷെ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള അനുഭവങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാനുണ്ടാവും. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇനി മുന്നോട്ടുള്ള നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാകുന്നതിനും നമുക്ക് കൂടുതൽ വിഷയമേഖലകൾ കൈകാര്യം ചെയ്യുന്നതിന് ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന ഒരു കാഴ്ചപ്പാടാണ് നഗരസഭയ്ക്ക് വയോജനങ്ങളുടെ കാര്യത്തിൽ വയോജനക്ഷേമ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ നഗരസഭ ലക്ഷ്യമാണ്. അപ്പോൾ വയോജനങ്ങളുടെ ക്ഷേമം മുഖ്യ അജണ്ടയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ടൂറിസം മേഖലയുടെ നല്ല രീതിയിലുള്ള സാധ്യത പൊന്നാനിയിലുണ്ട്. ദേശീയപാത കടന്നു പോകുന്നു, നിലയോര പാത കൂടുതൽ തുറക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അത്തരം സാധ്യതകൾ നമ്മുടെ കായൽ ടൂറിസം ഉൾപ്പെടെ കാനോലി കനാൽ കൂടുതൽ വികസിതമാകുന്ന തരത്തിൽ ഒരു ട്രാഫിക് സിസ്റ്റത്തിലേക്ക് അഥവാ ജലഗതാഗത സംവിധാനത്തിലേക്ക് കാനോലി കനാൽ മാറുമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എവിടങ്ങളിലൊക്കെയാണോ നമുക്ക് പൊന്നാനിയിൽ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഉതകുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുക, ആ മേഖലകൾക്ക് നമ്മൾ ഊന്നൽ നൽകുന്നുണ്ട്. ബജറ്റിലെ കണക്കുകളുടെ കളി പോരായ്മകൾ നിറഞ്ഞതാണെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയും വിശദീകരിച്ചു.
ജനകീയ പദ്ധതികൾക്ക് മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഫണ്ട് കുറച്ചുവെന്നും വാർഡുകളിലേക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കുറഞ്ഞുപോയതായും നഗരസഭയിൽ നിന്ന് കൂടുതലായി നികുതി പിരിച്ചിട്ടും അത് പൊന്നാനിക്കാർക്ക് ഉപകാരപ്പെടാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ഫർഹാൻ വിശദീകരിച്ചു. ഇത്തവണ ബഡ്ജറ്റിന്റെ കോലം തന്നെ ആകെ മാറി. കാരണം എന്താ വെച്ചാൽ 5 പേജിലേക്ക് നമ്മുടെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. എന്നാൽ ഒരു കാര്യം ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുണ്ട്, ഇതിലൊക്കെ അച്ചടിച്ച് വെച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും പദ്ധതികൾ, DPR ആയി ലഭിച്ചിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെയും ഈ 5 പേജിൽ കുത്തി നിറച്ച് വെച്ചിട്ട് ഓൺ ഫണ്ട് ഉപയോഗിച്ച് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയാൻ ചിലപ്പോൾ ഒരു പക്ഷേ A4 ഷീറ്റിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്, അതിന്റെ ഒരു മാർഗരേഖയാണല്ലോ നമ്മുടെ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയെ, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയെ, മത്സ്യ മേഖലയെ, അടിസ്ഥാന സൗകര്യ മേഖലയെ, എല്ലാ മേഖലയെയും പാടെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ വൈസ് ചെയർമാൻ അവതരിപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായും എതിർക്കാൻ ഈ ബഡ്ജറ്റിന്റെ ആമുഖ പ്രസംഗത്തിൽ ഞാൻ എന്റെ ചർച്ചയുടെ ആമുഖ പ്രസംഗത്തിൽ ഞാൻ എന്റെ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. മത്സ്യത്തൊഴിലാളികളെ പാടെ അവഗണിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന വിമർശനം ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ വിമർശനം ഞങ്ങൾ ഉന്നയിക്കുന്നത് എന്ന തെളിവുകൾ നിരത്തിയാണ് ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രം ചെലവഴിച്ച ഫണ്ട് എത്രയാണ് എന്ന് വളരെ കൃത്യമായി നമ്മുടെ ബഡ്ജറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 26,05,896 ലക്ഷം രൂപ മാത്രമാണ് ഇത്രയും പ്രധാനപ്പെട്ട വ്യവസായമുള്ള മത്സ്യത്തൊഴിലാളി മേഖലക്ക് ഈ നഗരസഭ കഴിഞ്ഞ തവണ നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ ബഡ്ജറ്റിൽ വല്ല മാറ്റവും ഉണ്ടോ? അതൊരു ചോദ്യമല്ലേ. ഈ ബഡ്ജറ്റിലും ഒരു മാറ്റവുമില്ല. മത്സ്യത്തൊഴിലാളി മേഖലയെ അതിന്റെ ബഡ്ജറ്റ് നിർദ്ദേശത്തെ വെറും 6 വരിയിലാക്കി ഒതുക്കി ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെയും എന്റെയും കയ്യിലുള്ള ബഡ്ജറ്റ് പരിശോധിച്ച് നോക്കിയാൽ 6-7 വരികളിൽ മാത്രമായി ആ ബഡ്ജറ്റ് നിർദ്ദേശത്തെ ഒതുക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണകളിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇത്തവണയും ആവർത്തിച്ചിട്ടുള്ളത്. നികുതി പിരിവിന്റെ കാര്യത്തിൽ 83% നമ്മൾ മുന്നേറി എന്ന് പറഞ്ഞല്ലോ. നികുതി പിരിച്ചെടുത്ത കാര്യത്തിൽ മുന്നേറിയതിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാം. 2016 നികുതി പരിഷ്കരണം ഇവിടെ വരുന്നത്. ഈ നികുതി പരിഷ്കരണത്തിൽ നമ്മുടെ നഗരസഭ വളരെ പിറകോട്ട് പോയിട്ടുണ്ട്. നമ്മളത് ഏൽപ്പിച്ചത് ULCCയെ ആണ്. ULCCയെ കരാർ ഏൽപ്പിച്ചുകൊണ്ട് ഡ്രോൺ സർവേ നടത്തിക്കൊണ്ട് നികുതി പരിഷ്കരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തപ്പോ ആ കരാർ ഏറ്റെടുത്ത ULCC കൃത്യമായ ഡിമാൻഡ് നൽകാൻ, നമുക്ക് എത്രയാണ് ഉള്ളത് എന്ന ഡിമാൻഡ് നൽകാൻ തയ്യാറായില്ല. എന്നിട്ട് ഡെയിലി വേജ് അടിസ്ഥാനത്തിൽ അവരുടെ കീഴിൽ കുറച്ച് പാർട്ടി പ്രവർത്തകരെ നിയമിച്ചുകൊണ്ട് ഈ നഗരസഭയുടെ പണം ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ നികുതി പരിഷ്കരണത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. വരവ് ചെലവ് കണക്കുകളിൽ വലിയ അപാകതയാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ ബജറ്റ് നിർദ്ദേശം മാത്രം വായിച്ചുകൊണ്ട് വീട്ടിലിരിക്കേണ്ടവരില്ല. നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് ഈ നഗരത്തെ ബാധിക്കുന്ന ഇവിടുത്തെ കൃത്യമായ ഈ ഭരണത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, മണൽ വിറ്റ് നമുക്ക് ലഭിക്കുന്നത് 6 കോടി രൂപയാണെന്നാണ്. 6 കോടി രൂപ മണലിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ കണക്കുള്ളത്. ഞാൻ വേറെ ചില കണക്ക് പറയാം. 2019-20 മണലിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നത് 80 ലക്ഷം രൂപയാണ്. മണലിൽ നിന്ന് വരുമാനമായി ലഭിച്ചിരുന്നത് 80 ലക്ഷം രൂപയാണ്. 2024-25 അത് 6 കോടിയായി ഉയർന്നിട്ടുണ്ട്. അതിന്റെ പ്രതിപക്ഷത്തിന് ഇത്ര പ്രശ്നമെന്ന് ചോദിക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. നഗരസഭയ്ക്ക് കൂടുതൽ വരുമാനം വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ആ പണം ഉപയോഗിക്കാൻ കഴിയും. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, പോർട്ടിന്റെ പണം, പോർട്ടാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് 60% പോർട്ടിന് നൽകുന്നുണ്ട്. ബാക്കി വരുന്ന 40% അവിടുത്തെ കൂലി പോകണം, അവിടുത്തെ ചെലവുകൾ കഴിയണം. എന്നിട്ട് വരുന്ന ചില്ലറ ശതമാനം മാത്രമാണ് ഈ നഗരസഭയ്ക്ക് ലഭിക്കുന്നത്. പൊന്നാനി നഗരസഭയുടെ ബജറ്റിൽ കൂടുതൽ തുകയും കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെന്ന് BJP പ്രതിനിധിയായ ഗിരീഷ് കുമാർ വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിലെ ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സൺ ഒരു കാര്യം എടുത്തു പറയുണ്ടായി. വികസന സൂചികകൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ നാടിനെ എല്ലാ വഴികളും ജനിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ഒന്നിച്ച് നമ്മൾ പോരാടണം എന്നൊക്കെ പറഞ്ഞു. ഏതാണ് ശക്തി എന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. കാരണം
ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒട്ടുമിക്ക പദ്ധതികളും നമ്മളിപ്പോ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള പദ്ധതികളിലെയും ഭൂരിഭാഗം ഫണ്ടും കേന്ദ്ര സർക്കാർ ഫണ്ടാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന അത്യാവശ്യം മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആരാണ് ഈ ജനിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഭരണസമിതി അംഗങ്ങളൊന്ന് പറഞ്ഞാൽ ഒരു അറിവ് എല്ലാവരുടെയും അറിവിലേക്ക് നന്നായിരിക്കുന്നു സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചില സജഷൻസ് വയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാ വർഷവും ബഡ്ജറ്റിൽ വീണ്ടും വീണ്ടും എഴുതണമെന്നുള്ള വാശിയുണ്ടെങ്കിൽ പരാതിയില്ല. ചില കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായി എഴുതാനുള്ളതാണ്, നടത്താനുള്ളതല്ല എന്നുണ്ടെങ്കിൽ പരാതിയില്ല. അല്ലെങ്കിൽ നടക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് നടത്തണമെന്ന് പറയുന്നു. ഒപ്പം ഇതിനൊക്കെ ഫണ്ട് നമുക്കറിയാം. ഇപ്പോ അമൃത്, ഇപ്പൊ ജലജീവൻ മിഷൻ, ഇവിടെ അമൃത് 2.0, ഇതിനൊക്കെ ഫണ്ട് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒട്ടുമിക്ക പദ്ധതികൾ ഇന്നിവിടെ പ്രഖ്യാപിച്ച പദ്ധതി, നടപ്പിലാക്കുന്ന പദ്ധതികളൊക്കെ കേന്ദ്ര ഫണ്ടാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ ഈ എന്താ പറയാ പ്രധാനമന്ത്രി പേര് പറഞ്ഞുകൊണ്ട് തെറ്റില്ല. ഫോട്ടോ വയ്ക്കണമെന്നൊക്കെ നിങ്ങൾ ആലോചിച്ചോളൂ. ഞങ്ങൾ അതിനകത്തൊന്നും തർക്കത്തിന് തയ്യാറല്ല. ഫോട്ടോകൾ വേണമെങ്കിൽ വെച്ചാൽ മതി, പരാതിയൊന്നുമില്ല. പക്ഷെ പേര് പറയാം. നരേന്ദ്ര ദാമോദർ മോദി, ഞാൻ ഉൾപ്പെടുന്ന ഈ ഭരണസമിതി ഉൾപ്പെടുന്ന എല്ലാവരും പ്രധാനമന്ത്രിയാണ്. അപ്പോ അതത്ര ഒരു മോശം പദമാണോ മോശം ഒരു കൺസെപ്റ്റ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിൽ പോലും അത് എല്ലാവരുടെയും അറിയിലേക്ക് വീണ്ടും. അടുത്തൊരു കാര്യം ബസ് സ്റ്റാൻഡിനെ കുറിച്ചാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു നമ്മളുടെ ഇപ്രാവശ്യം പ്രവർത്തനോദ്ഘാടനം അതിന്റെ എന്താ പറയാ പ്രവർത്തനോദ്ഘാടനം കഴിച്ച ബഡ്ജറ്റ് പണി കഴിക്കുമെന്ന് പറഞ്ഞാണ് ബസ് സ്റ്റാൻഡ് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ 10-20 കൊല്ലങ്ങളുടെ ബസ് സ്റ്റാൻഡ് അങ്ങനെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അത് നടന്നിട്ടില്ല. ഒപ്പം ചമ്മോട്ട ജംഗ്ഷനിൽ ബസ് സ്റ്റാൻഡ് വിത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്തൊക്കെയാ ധാരാളം പരിപാടികൾ, ഒന്നും നടന്നിട്ടില്ല. ഇതൊക്കെ പറയാൻ വേണ്ടി ഞങ്ങളുടെ സമയം വേസ്റ്റ് ആണ്. ഇതൊക്കെ എഴുതിയിട്ടുണ്ടാകണ്ടേ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റിക്കാട് ശ്മശാനവും. കുറ്റിക്കാട് ശ്മശാനത്തെ കുറിച്ച് പരാതികളുണ്ട്. എങ്കിൽ പരാതിയല്ല, അവിടെ കൃത്യമായിട്ടൊരു ഭരണസമിതി ഇല്ല, ഒരു നിർവഹണ ടീം ഇല്ലാത്തൊരു പരാതിയുണ്ട്. പക്ഷെ ഈശ്വരങ്ങൾ ശ്മശാനം മറ്റേ ഐവർമഠം കൃഷ്ണപ്രസാദ് വാര്യരുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തതിനു ശേഷം വളരെ ഭംഗിയായി പോകുന്നുണ്ട്. അവിടെ എന്ത് വികസനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ ബാധ്യസ്ഥരാണ്. ഒപ്പം ആ അനാവശ്യമായി ചെലവഴിക്കുന്ന ഫണ്ട് ഇവിടെ നമ്മൾ ആശങ്ക എല്ലാവരും പറഞ്ഞു, ഇനി വരാമെന്ന് എല്ലാവരും പറയും. 75 മേഖല പള്ളപ്പുറം മുതൽ നമ്മളുടെ ഹൈവേയുടെ ഭാഗമായിട്ട് വികസനത്തിന്റെ ഭാഗമായിട്ട് ജംഗ്ഷനിലും ഈശ്വരമോൻ മേഖലയിലും 75 മേഖലയിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന വെള്ളക്കെട്ടിന്റെ അതിന്റെ ഒരു അവസ്ഥ വളരെ ഭീകരമായിരിക്കും. ആ പരിപാടിക്ക് വേണ്ടിയിട്ടും അതിനനുബന്ധ റോഡുകൾക്ക് വേണ്ടിയിട്ടും ആ ഫണ്ട് ചിലവഴിക്കുകയാണെങ്കിൽ അത് ജനോപകാരപ്രദമാകും. അല്ലാതെ ഇപ്പൊ നിലവിൽ പ്രവർത്തിക്കുന്ന ഈശ്വരമോൻ ശ്മശാനത്തിന് യാതൊരു പരാതിയുമില്ല. അവിടെ ഇനിയും കൊണ്ട് എത്ര കോടിയാ 16 കോടിയോ അനാവശ്യമാണ്. അത് വീണ്ടും അത് പുനരുജ്ജീവനം നടത്തണം. ആ ഫണ്ട് ഉപകാരപ്രദമായ മറ്റു പദ്ധതിയിലേക്ക് വെക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മറ്റൊരു കാര്യം, ഈ മുൻകാലങ്ങളിൽ പട്ടികജാതി ചികിത്സാ കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പറഞ്ഞു കണ്ടില്ല. ഇനി അത് നിങ്ങൾ എന്താ പറയാ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഈ ഒരു പദ്ധതി അതിലേക്ക് വെക്കണമെന്ന് അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ജനസേവക കേന്ദ്രങ്ങൾ ഞാൻ തന്നെ പലവട്ടം കൗൺസിലിൽ പറഞ്ഞ കാര്യമായിരുന്നു. ഇപ്പോ കെ സ്മാർട്ട് വന്നു. നമ്മൾ ഞാൻ മനസ്സിലാക്കുന്ന ഇതിനു മുമ്പ് കഴിഞ്ഞതിന്റെ മുന്നത്തെ കൗൺസിൽ നമ്മൾ വീണ്ടും പറഞ്ഞു വന്നിരുന്നു. കാരണം കെ സ്മാർട്ട് വന്നതിന് ശേഷം എല്ലാ ആളുകൾക്കും എല്ലാ പരിപാടികളും അക്ഷയ മുഖാന്ന് വെച്ച് കണ്ടത് ആവശ്യം വന്നിട്ടുണ്ട്. ഈ 51 കൗൺസിലേഴ്സിനും അവരെ സഹായിക്കാൻ യാതൊരു സാഹചര്യം ഇപ്പൊ ഇല്ല. അതുകൊണ്ട് ഈ നമ്മൾ ഭരണസമിതി തുടങ്ങി ആദ്യ വർഷം പറഞ്ഞ ജനസേവക കേന്ദ്രങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ കൗൺസിലർമാർക്ക് വേണ്ടി വെക്കണം എന്ന് പറഞ്ഞ കാര്യത്തിന് ഈ ബജറ്റിലെങ്കിലും ഒരു നടപടിക്രമം ഉണ്ടാകുകയാണെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വലിയ തോതിൽ സൗകര്യമായിരിക്കും. വലിയ തോതിൽ അവരെ ജനങ്ങൾ പിഴിയുന്നുണ്ട് സാമ്പത്തികം ആവശ്യപ്പെട്ടുകൊണ്ട്. അതും വലിയൊരു ആവശ്യമായിട്ട് വയ്ക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് അവതരണത്തിൽ നിന്നും വ്യത്യസ്തമായി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഗൗരവപൂർണമാണ് ബജറ്റിനെ കണ്ടതെന്ന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ വിശദീകരിച്ചു. നമ്മുടെ കൗൺസിലിന്റെ വളർച്ചയാണ് സത്യത്തിൽ ഈ ബജറ്റിന്റെ ഈ യോഗം വിളിച്ചു പറയുന്നത്. ആദ്യഘട്ടത്തിൽ നിന്ന് മാറി 3ാമത്തെ വർഷം കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു ബജറ്റ് കൂടിയുള്ളൂ. അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ കൗൺസിലർമാരൊക്കെ പൊതുപ്രവർത്തകരെന്ന നിലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കാൻ വളരെ മനോഹരമായി കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ കഴിയാവുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. അത് നമ്മുടെ കൗൺസിലിന്റെ മൊത്തം ഒരു വളർച്ചയായിട്ട് ഞാൻ കാണും. അതോടൊപ്പം പ്രതിപക്ഷത്തിന് അഗൈതവുമായ ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തും. പ്രതിപക്ഷം എന്ന് പറയുന്നത് സാധനമില്ലെങ്കിലും സാധാരണ ചെയ്യാറുള്ളൂ അവർക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരാ. അതൊരു 4ാം പരിപാടിയാണ്. പരിപാടി ഇപ്രാവശ്യം ആവർത്തിക്കാതിരുന്നതിൽ വിദൂര നമസ്കാരം ആദ്യമായി ഞാൻ രേഖപ്പെടുത്തും. ജനാധിപത്യത്തിൽ മറ്റുള്ളവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കുക എന്ന് പറയുന്ന സഹിഷ്ണുതയുടെ അംശമാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത് എന്ന് പറഞ്ഞത് ഗാന്ധിയാണ്. ഗാന്ധിയന്മാരായതുകൊണ്ടാകാം
പലപ്പോഴും അത്തരത്തിലുള്ള ഒരു സാധനം ഇവിടെ ഉണ്ടാകാറ്. ഏറ്റവും അവസാനം സംസാരിച്ച ടീച്ചറുടെ സംസാരത്തിൽ നിന്ന് ഞാൻ തുടങ്ങും. തൃക്കാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ ടീച്ചറുടെ വാർഡിലാണ്. എനിക്ക് ഒരുപക്ഷെ കഴിഞ്ഞ 8 വർഷക്കാലം ഈ നഗരസഭയുടെ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഏറെ അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടെ, മനസ്സിലേറ്റവും വിഷമം ഉണ്ടായിരുന്ന ഒരു സംഗതി, നമ്മുടെ നഗരത്തിൽ PMJVK പദ്ധതിയിൽ നിർമ്മാണം മുടങ്ങിക്കിടന്നിരുന്ന 2 സ്കൂളുകൾ, അത് പല കാരണങ്ങളുണ്ട്. കോടതി ഇടപെടലുകൾ, ഏറ്റെടുത്ത കേന്ദ്ര സർക്കാരിന്റെ അർബൻ അഫയേഴ്സ് മിനിസ്ട്രിക്ക് കീഴിലുള്ള ഹിന്ദുസ്ഥാൻ പ്രീഫാബ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഏറ്റെടുത്ത് അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി, കോടതി കയറി ആകെ മുച്ചൂടും പ്രശ്നത്തിൽ നിന്നിരുന്ന ഒരു സാധനത്തിന്റെ കെട്ടഴിച്ച് കടവനാട് GLP സ്കൂളും തൃക്കാവ് ഗവൺമെന്റ് ഹൈസ്കൂളും ഈ നഗരസഭ ഭരണസമിതി ടെൻഡർ ചെയ്ത് അടുത്ത ജൂൺ മാസം 1-ാം തീയതി. അതിന് ഒരു വലിയ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് നമ്മുടെ പൊന്നാനി നഗരസഭയുടെ സെക്രട്ടറിയോടും നഗരസഭ എഞ്ചിനീയറോടും നഗരസഭാ ചെയർമാനോടുമാണ്. അവരോടുള്ള അഗൈതവുമായ സ്നേഹവും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇതിന്റെ ഭാഗം. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യം. ഒന്ന്, എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബജറ്റിനെ കുറിച്ച് ചില ആളുകൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ് ചർച്ചയിൽ നമുക്ക് മനസ്സിലായത്. നേരത്തെ ലത്തീഫ് കൂടെ കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. UDF ഭരണസമിതിയുടെ കാലത്ത് കൗൺസിലർ ആയിരുന്ന ആളാണ് ലത്തീഫ്. അപ്പൊ ആ കാലത്തൊക്കെ 5 കൊല്ലം ഇങ്ങനെ പറഞ്ഞു പോയ കുറെ കാര്യങ്ങൾ. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കൂ, ഈ ബജറ്റിൽ എത്തുമ്പോൾ ബഗാനിയിലെ പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാൻ 2-3 പദ്ധതികൾ നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്ന് പറയാനുള്ള അവസ്ഥയിലേക്ക് ഈ നഗരസഭാ ഭരണം പോകും. ഇനി ഈ വർഷത്തെ പദ്ധതി അവസാനിക്കാൻ 56 ദിവസങ്ങളോളം ബാക്കി നിൽക്കണം. പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുക. ചോദിച്ചു, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ എവിടെയാണ്? ഇവർ ഈ നാട്ടിലൊന്നല്ലേ ജീവിക്കുന്നത്? നിളയോര പാതയിൽ പണി നടന്നുകൊടുക്കുക. തറയുടെ പണി പൂർത്തീകരിക്കപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് നിളയോര പാതയിലെ ടേക്ക് എ ബ്രേക്ക് എവിടെയെന്നാ. അത് 24-ാം തീയതി കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ് നിളയോര പാതയിൽ ഉദ്ഘാടനം ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ ബജറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യകാലം മുതൽ ഞങ്ങൾ പറഞ്ഞിരുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ, ഓരോ വർഷവും ഞങ്ങൾ പുതിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഞങ്ങൾ പുതിയ കാര്യങ്ങൾ കുറയ്ക്കാനുള്ള കാരണം, ഈ വർഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനകത്ത് പെട്ടുപോകും. അപ്പൊ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് പദ്ധതി നടപ്പിലാക്കാൻ കഴിയുക. അതുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയാവുന്ന ഒരു കാലത്തേക്ക് ആവശ്യമായ പദ്ധതികളാണ് നമ്മൾ കൊണ്ടുവന്നത്. പറഞ്ഞു, ജനുവരി 25-ാം തീയതി നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കണ്ടന്റ് എന്താ? പിൻവാതിൽ നിയമനത്തിൽ പ്രതിഷേധിച്ച. ഞാൻ ചോദിക്കട്ടെ, ഈ മലപ്പുറം ജില്ലയിൽ എത്ര നഗരസഭകളുണ്ട്? മലപ്പുറം ജില്ലയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 13 നഗരസഭകളാണ്. 12 നഗരസഭകളാണ്. ആ 12 നഗരസഭകളിൽ 456 വാർഡുകൾ. ഈ 12 സഭകളിൽ 3 എണ്ണമാണ് ഇടതുപക്ഷം ഭരിക്കുന്നത്. ബാക്കി മുഴുവൻ നഗരസഭകളിലെയും അധികാരികൾ ആരാണ്? ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. കോൺഗ്രസ് അല്ല. കോൺഗ്രസിന്റെ ജില്ലയിൽ അടുപ്പിക്കുന്ന പ്രശ്നം ഉദിക്കില്ലല്ലോ. കോൺഗ്രസ് ഇങ്ങനെ ലഡുവിന്റെ മേലെ മുന്തിരി വെക്കുന്നത് പോലെ ഒന്നെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ച് ഇവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ഇനി കിയാമനാൾ 1-ാം തീയതി വരെ കൊടുക്കില്ല. ഈ 12 നഗരസഭകളിൽ മഞ്ചേരി നഗരസഭയിൽ ഏറ്റവും അവസാനം ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു. മഞ്ചേരി നഗരസഭ ചെയർമാന്റെ ഡ്രൈവറെ എംപ്ലോയ്മെന്റിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് മറികടന്ന് ചെയർമാന്റെ ഡ്രൈവറും യൂത്ത് ലീഗിന്റെ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റും അടക്കമുള്ള ആളുകളെ നഗരസഭാ ഭരണസമിതി അവിടെ തിരികെ കയറ്റിയിരിക്കുക. പൊന്നാനി നഗരസഭയിൽ ഞങ്ങൾ എടുത്തത് എംപ്ലോയ്മെന്റിൽ നിന്ന ലിസ്റ്റിലുള്ള ഈ താൽക്കാലിക ക്ലീനിങ് ജീവനക്കാരെ. അതാ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ ഓരോ നഗരസഭയും നിങ്ങൾ എടുത്തോ. തൊട്ടടുത്ത തിരൂർ നഗരസഭ, താനൂർ നഗരസഭ, കൊണ്ടോട്ടി നഗരസഭ, മലപ്പുറം നഗരസഭ, ഇവിടെ എവിടെയെങ്കിലും ഈ താൽക്കാലിക ജീവനക്കാരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ ഭരണം നടത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പണി നിർത്തി പോകും. ആദ്യം അവനാന്റെ കണ്ണിലെ കോലം എടുക്കുക. ഈ കാറൽ മാർക്സിന് ട്യൂഷൻ എടുക്കാൻ നടക്കുന്ന നേരം കുറച്ചു നേരം പാണക്കാട്ട് പോയിട്ട് അവിടെ കുറച്ച് ട്യൂഷൻ കൊടുക്കാൻ നോക്കുക. മാതൃശിശു ആശുപത്രിയിലെ തൊഴിലാളിക്ക് കൂലി കൊടുക്കേണ്ടത് നഗരസഭയല്ല എന്ന് എല്ലാവർക്കും അറിയാം. അവിടുത്തെ ജീവനക്കാരാണ് കൊടുക്കേണ്ടത്. ആ കൊടുത്ത കണക്ക്, അതിനുള്ള വ്യത്യാസം, അതേ സംബന്ധിച്ചൊരു പ്രശ്നം ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അതിന്റെ മുന്നിൽ താരമായി നിന്നതിന് ശേഷം ഈ കൗൺസിൽ അറിയാതെ ആ പാവപ്പെട്ട പയ്യനെ ഭീഷണിപ്പെടുത്തി കൈപിടിച്ച് വലിച്ചു കൊണ്ടുപോയി സൂപ്രണ്ടന്റ് ഓഫീസിൽ ഇരുത്തുക. ഈ നഗരസഭയിൽ ഒരു പഴയ കൗൺസിലറെ കൂടെ കൂട്ടുക. അദ്ദേഹം യൂത്ത് ലീഗിന്റെ പൊന്നാനി നഗരസഭ ഭാരവാഹിയാണ്. എന്താ പറയണതറിയോ? മര്യാദയ്ക്ക് ഇവർ പറയുന്നത് മേടിച്ചിട്ട് പോയി പോന്നാലും പറഞ്ഞ നമ്മുടെ കൗൺസിലർ അല്ലാണ്ട് കൂടെ വന്ന ആളാണ്. എന്തൊരു സ്നേഹമാണ്. ഇരകൾക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ദ്വിമുഖമായ നപുംസക രാഷ്ട്രീയ തന്ത്രമാണ് ഈ പൊന്നാനി നഗരസഭയിൽ വളർത്തിയത്. 6 കേന്ദ്രങ്ങളിൽ 6
ഒരു പരസ്യമാണ്. എന്താ പറയൂ, ആരോഗ്യ കേരളത്തിന്റെ NHM-ലേക്ക് ജീവനക്കാരെ എടുക്കാൻ എംപ്ലോയ്മെന്റ് എക്സൈസ് എന്നല്ല, പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടാണ്. ഈ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനപ്രകാരമാണ് ഈ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ എടുക്കുന്നത്. എംപ്ലോയ്മെന്റ് എക്സൈസ് എന്താ അല്ല. ഈ മലപ്പുറം നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ അവിടുത്തെ അക്രഡിറ്റഡ് എഞ്ചിനീയർ ആരാ? ഞാൻ ആളെ പേരൊന്നും ഇവിടെ പറയുന്നില്ല, അത് മോശമാണ്. ആരാണ് അവിടുത്തെ അക്രഡിറ്റഡ് എഞ്ചിനീയർ? ഇനി വേണ്ട, താനൂർ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ അക്രഡിറ്റഡ് എഞ്ചിനീയർ ആണ്. നേരത്തെ ലത്തീഫ് കൂടെ സൂചിപ്പിച്ചല്ലോ, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് 12 ലക്ഷം UDF-ന്റെ ഭരണകാലത്തോടെ ചെലവാക്കി. 12 ലക്ഷം. എന്താ അറിയോ, ശമ്പളം കൊടുത്തു. യൂത്ത് ലീഗിന്റെ മുനിസിപ്പൽ ഭാരവാഹിക്ക് ശമ്പളം കൊടുക്കാൻ 12 ലക്ഷം ചെലവാക്കി. ഒറ്റ മനുഷ്യൻ തൊഴിൽ കൊടുത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയല്ല ആളുകളെ നിയോഗിച്ചതും. ഈ പൊന്നാനി നഗരസഭയിൽ, ഈ പൊന്നാനി താലൂക്കിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവിന്റെ മകനെ ഞങ്ങൾ ഇവിടെ ഈ നഗരസഭയിൽ തൊഴിലാളി വെച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ കോൺഗ്രസ് നേതാവിന്റെ മകനായി പോയി എന്നുള്ളത് അയാൾക്ക് അയോഗ്യതയാകരുത്. അയാൾ യോഗ്യതയുള്ള മനുഷ്യനാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം നടത്തിയത്. ആ നിയമനമാണ് ഇക്കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെന്താണെന്ന് വെച്ചാൽ അടച്ചാക്ഷേപിക്കുന്ന പരിപാടികളിൽ നിങ്ങൾ പിന്തിരിയണം. നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾ മനസ്സിലാക്കാം. നല്ല മാറ്റമാണല്ലോ. നിങ്ങൾ നോക്കൂ, മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറയുന്ന അഭിപ്രായമല്ല കോൺഗ്രസിന്റെ പ്രതിനിധികൾ സംസാരിച്ചത്. അത് വളരെ മനോഹരമായിട്ട് നന്നായി നടന്നിട്ടുണ്ട്. ഇപ്പൊ മിനി ജയപ്രകാശ് ഒക്കെ പറഞ്ഞെന്താ, ആരോഗ്യ മേഖലയിൽ നിങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഈ നഗരസഭയിലെ UDF-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ എന്തെങ്കിലും ഒരിക്കൽ ഈ നഗരസഭയുടെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിലെ ഫോട്ടോ ഉണ്ടല്ലോ? നിങ്ങളുടെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട സാധനം, കൂട്ടിൽ കാഷ്ടിക്കുന്നതിൽ ആത്മരതി കണ്ടെത്തുന്ന വർക്കനാണ്. അവനവന്റെ കൂട്ടിൽ തന്നെ കാഷ്ടിച്ചിട്ട് അതിന്റെ ഗന്ധം ഏറ്റവും നല്ലതാണ് എന്ന് കരുതുന്നവരായി പൊന്നാനിയിലെ പ്രതിപക്ഷം മാറരുത്. അതുകൊണ്ടാണ് ഞങ്ങളത് സൂചിപ്പിച്ചത്.